ഈ വർഷത്തെ തൃശ്ശൂർ പൂരം നടന്ന ഏപ്രിൽ 19 തൃശ്ശൂർ നഗരത്തിലെ അന്തരീക്ഷ താപനില 33 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. അന്ന് അനുഭവപ്പെടുന്ന ചൂട് ഏകദേശം 38 ഡിഗ്രി വരെയായിരുന്നു. ഇത്രയും ചൂട് സഹിച്ച് മനുഷ്യന് പോലും ഒരു പരിധിയിലധികം തൃശ്ശൂർ റൗണ്ടിൽ നിൽക്കാൻ കഴിയില്ല. അന്നേ ദിനം ആയിരക്കണക്കിന് മനുഷ്യർക്കിടയിൽ പൊടിപടലങ്ങളാൽ തിങ്ങിയ അന്തരീക്ഷത്തിൽ കാതുപൊട്ടുന്ന ചെണ്ടനാദങ്ങൾ സഹിച്ച് ഒന്ന് അനങ്ങാനോ തിരിയാനോ കഴിയാതെ ഭയപ്പാടോടെ നിൽക്കേണ്ടി വന്ന ജീവിയാണ് ആന. ചരിത്രം പരിശോധിച്ചാൽ ആന ആചാരങ്ങൾക്ക് മുൻപ് മനുഷ്യർ യുദ്ധ ആവശ്യങ്ങൾക്ക് വേണ്ടി കാട്ടിൽ നിന്നും പിടികൂടിയ ഒന്നാണ്. കേരളത്തിലല്ലാതെ ഇത്രയധികം വ്യാപ്തിയിൽ ആനയെ മതാചാരങ്ങൾക്കായി ഉപയോഗിക്കുന്നുമില്ല. ആചാരങ്ങളുടെ പേരിൽ ഈ മിണ്ടാപ്രാണിയോട് കാണിക്കുന്ന ക്രൂരതകൾക്ക് കയ്യും കണക്കുമില്ല. ഹിന്ദു ആചാരങ്ങൾക്ക് ആന ആവശ്യ ഘടകമല്ല എന്നതായിരുന്നു കോടതിയുടെ നിർദ്ദേശം. കാട്ടാനകളുടെ ജീവിതം നാസി ക്യാമ്പുമായി ഉപമിച്ച കോടതി തിമിംഗലം കരയിലെ ജീവിയാണെങ്കിൽ അതിനെയും ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിച്ചേനെ എന്നുവരെ വിമർശിച്ചു. ആനകളോടുള്ള ക്രൂരതകൾ തടയുന്നതിലുപരി ആനകളുടെ ക്ഷേമത്തിനാവശ്യമായ നിയമനിർമ്മാണമാണ് ഏറ്റവും ആവശ്യം. അടുത്തിടെ നമുക്കറിയാം, ഈ മൃഗങ്ങളെ സംബന്ധിച്ചിട്ട്, ആനകളെ സംബന്ധിച്ചിട്ട് ഹൈക്കോടതി പല നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. നല്ല നിർദ്ദേശങ്ങളോടൊപ്പം തന്നെ പ്രായോഗികമായിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കുറേ നിർദ്ദേശങ്ങളും അതിനകത്തുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ചിട്ടാണിപ്പോൾ അതായത് ഉത്സവ കമ്മിറ്റിക്കാരും ആന ഉടമസ്ഥന്മാരും പാപ്പാമാരും ആനപ്രേമികളും ഒക്കെ വളരെ ചർച്ച ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. മലബാറിലെ അടക്കം പൂരക്കാലം ആരംഭിച്ച സമയത്താണ് കോടതിയുടെ ഇത്തരത്തിലുള്ള നിർണായക നീക്കം. മതാചാരത്തിൻ്റെ തലത്തിൽ നിന്നും മനുഷ്യയുക്തിയുടെ തലത്തിൽ ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമായിരിക്കെ തന്നെ എന്തുകൊണ്ട് മലയാളികളുടെ നാട്ടാനപ്രേമത്തിന് കുറവ് വരുന്നില്ല എന്നത് ഒരു ചോദ്യമാണ്. ഗുരുവായൂർ കേശവൻ മുതൽ അരിക്കൊമ്പനും ചക്കക്കൊമ്പനും വരെ എത്തി നിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളും തെന്നിമാറുന്ന ഈ അന്ധമായ സ്നേഹം ആനകൾക്കൊരു ശാപം മാത്രമാണ്. നിലവിൽ കോടതി മുന്നോട്ട് വെച്ച എല്ലാ കർശന നിർദ്ദേശങ്ങളും 2003 കേരള ക്യാപ്റ്റീവ് എലിഫന്റ് മാനേജ്മെന്റ് ആൻഡ് മെയിൻ്റനൻസ് റൂൾ പ്രകാരവും അതിൻ്റെ തന്നെ 2012 ഭേദഗതിയിലും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ അധികമാർക്കും അത് കാര്യമായി അറിയില്ല. തൃശ്ശൂർ പൂരത്തിൽ ആനകൾ നേരിടുന്ന ക്രൂരതകളെപ്പറ്റിയും നിയമലംഘനത്തെപ്പറ്റിയും പീപ്പിൾ ഫോർ എത്തിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ആനിമൽ നടത്തിയ പഠനത്തിൽ ഈ നിയമങ്ങൾ പ്രകാരം നിരോധിച്ച ഇരുമ്പ് തോട്ടിയുടെ ഉപയോഗം നിർബാധം തുടരുന്നതായി കണ്ടെത്തിയിരുന്നു. നിയമത്തിലെ പല പ്രായോഗിക തടസ്സങ്ങളും പാപ്പാന്മാർക്കിടയിലെ കൃത്യമായ പരിശീലനക്കുറവും ആനയിൽ നിന്നുള്ള വരുമാനവും പരിപാലന ചെലവും തമ്മിലുള്ള അന്തരവും ആനകളുടെ ശാരീരിക മാനസിക പ്രത്യേകതകളെക്കുറിച്ചുള്ള പൊതുജനത്തിനുള്ള വളരെ പരിമിതമായ അറിവും അങ്ങനെ നീളുന്നു കാരണങ്ങൾ. അങ്ങനെ അത്തരത്തിലുള്ളൊരു ബിഹേവിയർ എക്സ്പ്രഷൻ പക്ഷേ നമുക്ക് ഒരു പരിധിവരെയൊക്കെ ചെയ്യാൻ കഴിയും. കാരണം തീരെ നീളം കുറഞ്ഞ ചങ്ങലയിൽ കെട്ടിയിടാതിരിക്കുക, അപ്പോൾ കുറച്ചുകൂടെ ഒരു അതിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് നിൽക്കാനുള്ളൊരു സൗകര്യം കാണും. നല്ലൊരു പാപ്പാൻ, അതുമായിട്ട് നല്ല ഇണക്കമുള്ളൊരു പാപ്പാൻ, അതുമായിട്ട് കൂടുതൽ സമയം അതുമായിട്ട് സംസാരിക്കുകയും അല്ലെങ്കിൽ അവർ തമ്മിലൊരു ചങ്ങാതിയെ പോലെ ആനയ്ക്ക് തോന്നുകയും അങ്ങനെ ഇൻട്രാക്ട് ചെയ്യാനുള്ളൊരു അവസരം കിട്ടുക. ഇതൊക്കെ ആ ബിഹേവിയറുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ സ്വാഭാവിക സ്വഭാവമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളാണ്. കാരണങ്ങൾ പലതാണെങ്കിലും പരിഹാരം ലഭിക്കാതെ നീറുന്നത് ആന മാത്രമാണ്. നാട്ടാനകൾക്ക് കാട്ടിൽ ലഭിക്കാത്ത പല സൗകര്യങ്ങളും നാട്ടിൽ ലഭിക്കുന്നുണ്ടെങ്കിലും ആത്യന്തികമായി നിഷേധിക്കപ്പെടുന്ന സ്വാഭാവിക ജീവിതം നാട്ടിൽ ലഭിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങൾക്കും മുകളിലാണ്. ആന അനുഭവിക്കുന്ന ദുരിതങ്ങളെപ്പറ്റി കുറച്ചെങ്കിലും മനസ്സിലാക്കണമെങ്കിൽ ആനയുടെ ശാരീരിക പ്രത്യേകതകളെപ്പറ്റി അറിയണം. മനുഷ്യരെ പോലെ വിയർപ്പ് ഗ്രന്ഥികൾ ആനകൾക്കില്ല. ആയതിനാൽ ആന തൻ്റെ വലിയ ചെവികൾ വീശിയും തണലുകളിൽ അഭയം പ്രാപിച്ചും ദേഹത്തേക്ക് മണ്ണും വെള്ളവും കുടഞ്ഞുമൊക്കെയാണ് ശരീര താപനില നിയന്ത്രിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു ജീവിയെയാണ് നാം പാടത്തും വരമ്പത്തും പൊരിവെയിലത്ത് നിർത്തി ആനച്ചന്തം ആസ്വദിക്കുന്നത്. ആനയുടെ ഹൃദയത്തിൻ്റെ ശേഷി ആ വലിയ ശരീരത്തിന് മുഴുവനായി രക്തം നൽകാനുള്ള രീതിയിലല്ല. അതിനാൽ തന്നെ തൊലിപ്പുറത്തേക്കുള്ള രക്തയോട്ടത്തിൽ പിശുക്ക് കാണിച്ചാണ് ഈ പ്രശ്നം ആന മറികടക്കുന്നത്. അതിനാൽ തന്നെ മുറിവുകൾ ഉണ്ടായാൽ പെട്ടെന്ന് ഉണങ്ങുകയുമില്ല. മറ്റൊരു വലിയ തെറ്റിദ്ധാരണ ആനകളുടെ മദപ്പാടിനെ പറ്റിയാണ്. ആനകൾക്ക് പൊടുന്നു തന്നെ മദം പൊട്ടാറില്ല. വർഷത്തിൽ ഒരിക്കൽ വരുന്ന സ്വാഭാവിക ഹോർമോൺ ഇംബാലൻസ് പീരീഡ് മാത്രമാണത്. മദപ്പാട് സമയങ്ങളിൽ ശരീരത്തിനകത്ത് സ്ഥിതി ചെയ്യുന്ന വൃഷ്ണസഞ്ചി വീർത്ത് പുറത്തേക്ക് തള്ളി വരുന്നതായി കാണാം. ഈ സമയങ്ങളിൽ ആനയുടെ ശരീരത്തിൽ 6 ഇരട്ടിയോളം ടെസ്റ്റോസ്റ്റിറോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇണചേരാനുള്ള സ്വാഭാവിക കാലഘട്ടം മാത്രമാണിത്. എന്നാൽ ആനകൾക്ക് മദപ്പാട് കാലവും കേരളത്തിലെ ഉത്സവകാലവും ഒരേ സമയത്താണ്. ഇത് മറികടക്കാനുള്ള മനുഷ്യത്വരഹിതമായ പ്രവൃത്തികളും പലതാണ്. നിർഭാഗ്യവശാൽ പകൽ ചൂട് കൂടുകയും രാത്രിയിൽ തണുപ്പുണ്ടാവുകയും ചെയ്യുന്ന നമ്മുടെ നവംബർ, ഡിസംബർ അല്ലെങ്കിൽ ആ മാസങ്ങളിൽ ഉത്സവം ഏറ്റവും കൂടുതൽ ഉള്ള മാസങ്ങളുമാണിത്. ആ സമയത്താണ് മിക്കപ്പോഴും പല ആനകൾക്കും മദപ്പാടുണ്ടാകുന്നത്. മദപ്പാട് വരാതിരിക്കാൻ ഞാൻ പറഞ്ഞില്ല, ആരോഗ്യമുള്ള ഒരു ആനയ്ക്കാണ് മദപ്പാട് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആരോഗ്യം ഒരല്പം ക്ഷയിപ്പിച്ച് ആനകൾ മദപ്പാടിലേക്ക് വരാതിരിക്കാനുള്ള ശ്രമവും പലരും നടത്തും, അല്ലെങ്കിൽ നടത്തുന്നുണ്ട്. മതകാലത്ത് നാട്ടാനകളെ പരിപാലിക്കുക എന്നത് വലിയ വെല്ലുവിളിയാണ്. സ്വൈര്യവിഹാരം വളരെ ആവശ്യമായ സമയത്ത് അത് പ്രാവർത്തികവുമല്ല. എന്നാൽ കെട്ടിയിട്ടാൽ ഉണ്ടാകുന്ന മാനസികാഘാതം
ഭക്ഷണത്തിലെ അപര്യാപ്തത, അങ്ങനെ പ്രശ്നങ്ങൾ ഏറെയാണ്. നിയമങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും അവയിലെ സാങ്കേതിക പ്രശ്നങ്ങൾ ആനകൾക്ക് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. ആന പരിപാലനത്തെ പറ്റിയുള്ള 2012 നിയമ ഭേദഗതിയിൽ ഓരോ ജില്ലയിലും കളക്ടർ ചെയർമാനായിട്ടുള്ള കമ്മിറ്റി രൂപീകരിക്കാനും ഈ കമ്മിറ്റി ആനകളെ ആഘോഷ പരിപാടികൾ ഉപയോഗിക്കുന്ന പ്രവണത നിരുത്സാഹപ്പെടുത്താൻ ശ്രമിക്കാനും നിർദ്ദേശമുണ്ട്. ഇത്തരത്തിൽ ഒരു പരിധിയിലധികം ആനകളെ ഉത്സവത്തിൽ ഉൾക്കൊള്ളിക്കാതിരിക്കുക എന്ന ചെറിയ കാര്യം പോലും ഇന്ന് നടപ്പായിട്ടില്ല. ഒരു പ്രധാന പ്രശ്നം ഈ ഉത്സവങ്ങൾക്ക് ഇത്രയധികം ആനകൾ വേണോ എന്നുള്ളൊരു കാര്യം. ഞാനൊരു ദൈവവിശ്വാസിയാണ്, പക്ഷെ പലപ്പോഴും ആനകളുടെ എണ്ണം കൂടുതലാണെന്ന് എനിക്കും തോന്നാറുണ്ട്. കാരണം സ്ഥലസൗകര്യവും അവിടുത്തെ ബാക്കി സാഹചര്യമൊക്കെ നോക്കുമ്പോൾ, ആനകളുടെ ഒരു സേഫ്റ്റിയും അവിടെ കൂടിയിരിക്കുന്ന മനുഷ്യരുടെ സേഫ്റ്റിയും ഒക്കെ നോക്കുമ്പോൾ ഇത്രയധികം ആനകളുടെ ഒരു ആവശ്യം പല ഉത്സവങ്ങൾക്കില്ല. കാരണം കൂടുതലൊരു ആനകളെ കൊണ്ടുവരുന്ന ഒരു പ്രവണത സത്യത്തിൽ ഒരു ഭക്തിയുടെ അടിസ്ഥാനത്തിലാണോ എന്ന് ചോദിച്ചാൽ അത് പറയുമ്പോൾ ഒരു കോൺട്രവേഴ്സിയായിട്ട് ഞാനതിലേക്ക് പോകുന്നില്ല. കാരണം ഉത്സവത്തിന് ആനകൾ വേണം എന്നുള്ളത് ശരിയാണ്, പക്ഷേ എണ്ണം കൂട്ടിയിട്ട് ഉത്സവത്തിൻ്റെ പൊലിമ കൂട്ടുക എന്ന് പറയുന്നത് അത് എത്രത്തോളം ഡിവോഷണലാണ് അല്ലെങ്കിൽ ഭക്തിയുടെ ഒരു ഭാഗമാണ് എന്നുള്ളത് നമ്മൾ കുറച്ചുകൂടി ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. ആന പരിപാലനത്തിൻ്റെ കാര്യത്തിൽ കോടതി ഇടപെടൽ പലതവണ നടത്തിയിട്ടുണ്ടെങ്കിലും നിയമം നിയമത്തിൻ്റെ വഴിക്കും പൂരപ്രേമികൾ പൂരത്തിൻ്റെ വഴിക്കും ആനയുടെ വഴിക്കും പോയ ചരിത്രമാണുള്ളത്. ഒരിക്കലും മനുഷ്യനായി ഇണങ്ങാൻ സാധ്യതയില്ലാത്ത, എന്നാൽ ഇന്നും ആചാരങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ഒന്നാണ് ആനകൾ. എന്നാൽ ആചാരങ്ങൾക്കുപരി ആഘോഷ കമ്മിറ്റിക്കാരുൾപ്പെടുന്നവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ബലിയാടാവുകയാണ് ആനകൾ. ഉത്സവങ്ങളുടെ മാറ്റിന് ആനകൾ അനിവാര്യമാണെങ്കിലും ആനകളുടെ എണ്ണം പരിധിയിലധികമാവാതെ നോക്കിയാൽ തന്നെ ഒരു പരിധിവരെ കാര്യങ്ങൾ സുഖകരമാകും. ശ്വാസത പരിഹാരം വിദൂരത്താണെങ്കിലും ചെറിയ മാറ്റങ്ങൾ പോലും ആനകളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വഴിവെക്കും. ആനച്ചന്തത്തിലുപരി മനുഷ്യത്വം നോക്കിക്കാണുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ അത് സഹായകരമാകും.